മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ദിവികാരുണീശോ ഇതായി അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതേ കർത്താവ് ഇതാ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഈശോയെ വിളിക്കാം. എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സ്വപ്നങ്ങളിലേക്കെല്ലാം ഈശോയെ വിളിക്കാം. ഈശോയെ കടന്നു വരണമേ. ഈ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ അൾത്താരയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പാടിക്കേ. സ്നേഹമായി കടന്നു വരണമേ കർത്താവേ. സൗഖ്യമായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഈശോയേ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ വെമ്പൽ കൊള്ളുന്നൊരു കർത്താവ് അൾത്താരയിലുണ്ട്. വചനം അങ്ങനെയല്ലേ പറയുന്നത്? നിന്റെ ഹൃദയമാകുന്ന വാതിലിൽ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്ന കർത്താവ്. അവന് വേണ്ടി നിന്റെ ഹൃദയ കവാടങ്ങൾ തുറന്നിടാൻ നീ തയ്യാറാണെങ്കിൽ നിശ്ചയമായും കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് വരും. നിന്നോടൊപ്പം അവൻ വിരുന്നിനിരിക്കും. ആ കർത്താവ് അൾത്താരയിലുണ്ട്. കണ്ണുകൾ തുറന്ന കർത്താവിനെ കാണുമ്പോൾ നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. സ്നേഹനിധിയായ കർത്താവ്, സ്നേഹസമ്പന്നനായ നമ്മുടെ ദൈവം, കരുണാനിധിയായ നമ്മുടെ കർത്താവ്, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ
ജീവനുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ലാസറിനെയും കുടുംബത്തെയും ഒത്തിരി സ്നേഹിച്ചിരുന്നു കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലാസർ രോഗിയാണെന്ന് കർത്താവ് അറിഞ്ഞു. സഹോദരിമാർ ആരെയൊക്കെ പറഞ്ഞയച്ചു അവൻ രോഗിയാണെന്ന് പറയാൻ. പക്ഷെ കർത്താവ് ലാസറിന്റെ അടുത്തേക്ക് വന്നപ്പോ തന്റെ സഹോദരിമാർ പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയാണ് കർത്താവ് വന്നത്. മരിച്ചതിന് 4-ാം ദിവസമാണ് ലാസറിന്റെ കല്ലറയ്ക്കരികിൽ കർത്താവ് വരുന്നത്. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് സഹോദരി വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ദൈവമേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നുവെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇന്നലകളുടെ പല അനുഭവങ്ങളിലും നമ്മൾ തളർന്നു പോയത് പാപത്തിൽ നിബന്ധിച്ചതിന് കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കൈവിട്ടു. കർത്താവ് പറഞ്ഞു, തമ്പുരാനെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ആത്മീയ മരണത്തിലും സ്നേഹിക്കാൻ പറ്റാതെയും ക്ഷമിക്കാൻ പറ്റാതെയും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാതെയും ദൈവമേ നിന്നോട് ചേർന്നിരിക്കാൻ പറ്റാതെയും ഒക്കെ കടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം, കർത്താവേ, നീ ഞങ്ങളോട് കൂടെയില്ല എന്നുള്ളത് തന്നെയാണല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് സംഭവിക്കില്ലായിരുന്നു. എന്നിട്ട് കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കരിയിലേക്ക് വന്നു. ലാസറിന്റെ കല്ലറയ്ക്കരിയിലേക്ക് വന്ന കർത്താവ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. ഇത് കേട്ടു നിന്ന മർത്ത വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ് എന്ന് പറഞ്ഞാൽ ശരീരം ചീഞ്ഞളിയാൻ തുടങ്ങിയ നിമിഷം, ശരീരത്തിൽ നിന്നും ദുർഗന്ധങ്ങൾ വമിക്കാൻ തുടങ്ങിയ നിമിഷം. ഭർത്താവ് പറഞ്ഞു, കർത്താവേ, ഇത് 4-ാം ദിവസമാണ്, സംസ്കരിച്ചിട്ട് 4-ാം ദിവസമാണ്. ആ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞ് കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, കല്ലെടുത്ത് മാറ്റാൻ. കർത്താവ് പറഞ്ഞു, ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന് കല്ലറയ്ക്കുള്ളിൽ നിന്നും. നമ്മുടെ ദൈവം കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, നമ്മൾ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന നമ്മുടെ ജീവിതത്തെ അല്ലേ നമുക്ക് കാണാൻ പറ്റുക? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവം അത് തന്നെയല്ലേ? പുറമെ മനോഹരമെന്ന് തോന്നിയാലും നമ്മുടെ അകമേയും നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്കും നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നാൽ എത്രയോ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവേ, ഇതുപോലെ ഞങ്ങൾ ദുർഗന്ധം വമിക്കുന്ന, ദുർഗന്ധം പേറുന്ന അനുഭവങ്ങൾ പേറുന്നവരാണ്. ഈശോയെ, നിനക്ക് മാത്രമേ സുഖപ്പെടുത്താൻ പറ്റൂ. നിനക്ക് മാത്രമേ ഞങ്ങളെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞത് കല്ലെടുത്ത് മാറ്റാനാ കർത്താവ് പറഞ്ഞത്. കർത്താവ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ. അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന, മരിച്ചു മണ്ണിനോട് മണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കല്ലെടുത്ത് മാറ്റ്. നമ്മളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കല്ലെടുത്ത് മാറ്റ്. നമ്മളായിട്ട് അടച്ചു വെച്ച ചില ജീവിതത്തിന്റെ അനുഭവങ്ങളില്ലേ? പാപം മൂലം അടച്ചു കളഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളില്ലേ? പാപം മൂലം നശിപ്പിച്ചു കളഞ്ഞ ജീവിതത്തിന്റെ പലവിധ അനുഗ്രഹങ്ങളില്ലേ?
ആ പാപത്തിന്റെ കല്ലുകള്, അഹങ്കാരത്തിന്റെ കല്ലുകള്, ഞാനെന്ന ഭാവത്തിന്റെ കല്ലുകള്, നിരാശയുടെ കല്ലുകള്, അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ കല്ലുകള്, നിരീശ്വരവാദത്തിന്റെ കല്ലുകള് എടുത്തു മാറ്റ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ചില കല്ലുകൾ നമ്മൾ എടുത്തു മാറ്റാൻ തയ്യാറാകുമ്പോ, ക്ഷമിക്കാൻ തയ്യാറാകുമ്പോ, മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ എടുത്തു മാറ്റാൻ തയ്യാറാകുമ്പോ, ഹൃദയത്തിലും മനസ്സിലും ഊറിക്കൂടിയിരിക്കുന്ന അശുദ്ധി എടുത്തു മാറ്റാൻ തയ്യാറാകുമ്പോ, ഉറപ്പായിട്ടും നമ്മുടെ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കും. പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. ജോഷുവോട് പറഞ്ഞില്ലേ, ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കും, നാളെ അത്ഭുതം ചെയ്യുന്നു. കർത്താവേ, ഇതാ ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിട്ട് അടച്ചു കളഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും അനുഗ്രഹത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ, ഞങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ദൈവീകമല്ലാത്ത ചില നിലപാടുകൾ കൊണ്ടും അടച്ചു കളഞ്ഞ ദൈവാനുഗ്രഹത്തിന്റെ വഴികളുണ്ടെങ്കിൽ, തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൽ അവയെല്ലാം എടുത്തു മാറ്റാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. എന്നിട്ട് കർത്താവ് ചെയ്തു എന്താ? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവ് പറഞ്ഞു, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വാ, ലാസറേ പുറത്തു വാ. അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് താൻ ചെയ്യാൻ പോകുന്ന അത്ഭുതം മുൻകൂട്ടി കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പാ, ഇതാ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തിനാ? നീ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ. മക്കളെ, ഈ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിശ്വാസം നമുക്ക് വേണം. ഞാൻ ചോദിച്ചതും ഞാൻ യാചിച്ചതും ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആഗ്രഹിച്ചതൊക്കെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. കാരണം നാം ചോദിക്കുന്നതിലും ഉപരി തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കേ, കർത്താവ് നിങ്ങൾക്ക് തരും. അന്വേഷിക്ക്, കർത്താവ് നിങ്ങൾക്ക് തരും. മുട്ടുവിൻ, കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരും. ആ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവനുള്ള വിശ്വാസത്തോടെ ചോദിക്കാം. ഏത് ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയാകട്ടെ നിന്റേത്, ഏതെല്ലാം മേഖലകളിൽ തകർക്കപ്പെട്ട വ്യക്തിയാകട്ടെ നീ, ഏതെല്ലാം ജീവിത അനുഭവങ്ങളിൽ ഇങ്ങനെ പുറത്തു വരാൻ പറ്റാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന മകനോ മകളോ ആകട്ടെ നീ, ചിലതൊക്കെ നിന്റെ പരിശ്രമം കൊണ്ടും നിന്റെ ആഗ്രഹം കൊണ്ടും നിന്റെ ആലോചനകൾ കൊണ്ടും പുറത്തു വരാൻ ശ്രമിച്ചിട്ട് പുറത്തു വരാൻ പറ്റാതെ വേദനിക്കുന്നില്ലേ? ചില വൈകാരികതകളിൽ കെട്ടപ്പെട്ടല്ലേ മോനെ നീ കിടക്കുന്നത്? അമിതമായ ദേഷ്യം നിന്നെ വേട്ടയാടുന്നില്ലേ? ചില കോപ സ്വഭാവങ്ങൾ നിരന്തരം നിന്റെ ജീവിതത്തിന്റെ ഭാഗമല്ലേ? ചെറിയ കാര്യങ്ങൾക്ക് ആകുലപ്പെടുന്ന സ്വഭാവമല്ലേ നിന്റേത്? ചെറിയ കാര്യങ്ങൾക്ക് കരയുന്ന വേദനിക്കുന്ന ഒരു സ്വഭാവമല്ലേ നിന്റേത്? കർത്താവേ, അമിതമായ ഭയം എന്നെ വേട്ടയാടുന്നുണ്ട്. ചില ദുസ്വഭാവങ്ങൾ, ചില ദുശീലങ്ങൾ, ചില പാപക്കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ ശക്തമായി നിന്നെ വേട്ടയാടുന്നില്ലേ? എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ജീവിതമല്ലേ മോനെ നിന്റേത്? ഇതാ ജീവിക്കുന്നവനായ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ കല്ലറയ്ക്ക് മുമ്പിലാ ഇപ്പൊ നിൽക്കുന്നത്. നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള കർത്താവ്. ഈ പ്രശ്നത്തിൽ നിന്നും, ഈ പ്രതിസന്ധിയിൽ നിന്നും, ഈ കല്ലറ അനുഭവത്തിൽ നിന്നും നിന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള കർത്താവിന്റെ മുമ്പിലാ മോനെ നീ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹൃദയം തുറന്നേ, വിശ്വാസത്തിന്റെ നയനങ്ങൾ തുറന്നേ, ജീവനുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. മർത്തായോട് കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന്. മക്കളെ, കർത്താവിന്റെ മഹത്വം ദർശിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇത്. സ്വർഗത്തിന്റെ മഹത്വം നീ ദർശിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ സ്വപ്നങ്ങളുടെ മേൽ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളുടെ മേൽ, നീ കടന്നു പോകുന്ന നിന്റെ കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകളുടെ മേൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മേൽ, നിന്റെ മക്കളുടെ മേൽ, നിന്റെ വരുമാന മാർഗങ്ങളുടെ മേൽ, നിന്റെ ജോലി മേഖലകളിൽ, നിന്റെ ബിസിനസ് മേഖലകളിലൊക്കെ ഇതാ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം വെളിപ്പെടുന്ന നിമിഷങ്ങൾ. വിശ്വസിക്ക്, ഈ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിലും ഇപ്പോൾ നിനക്ക് ദർശിക്കാൻ പറ്റും. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കണ്ണു തുറന്ന് കർത്താവിനെ കാണുക. എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ.
നീ ഇപ്പോൾ ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഇതാ ഞങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കുന്നു, ഇതാ ഞങ്ങളുടെ ജീവിതം തുറന്നു വയ്ക്കുന്നു, ഇതാ ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ എല്ലാം നിന്റെ മുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ മേൽ നിന്റെ സ്നേഹം ചൊരിയണമേ. തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ നീ പുനരുദ്ധരിക്കണമേ. അടക്കം ചെയ്യപ്പെട്ട, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട, ദുർഗന്ധം വമിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ സ്നേഹം ചൊരിയണമേ. ഈ പ്രാർത്ഥനയോടെ കരങ്ങൾ എല്ലാ മക്കളും ദിവികാരണത്തിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 4 നാളായാലും ഈശോയെ നാറ്റം വമിച്ചാലും ആമേൻ. കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. ഈശോയെ 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. ആമേൻ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കർത്താവേ, ഇതാ നിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ജീവിതത്തിന്റെ അതുപോലുള്ള തകർക്കപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കുന്ന മക്കൾ, വിശ്വസിക്കുന്നത് കാണാൻ നീ ഇടവരുത്തുമെന്ന് പറഞ്ഞല്ലോ. മക്കളെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാകട്ടെ നീ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്, ജീവിതത്തിന്റെ ഏത് തകർക്കപ്പെട്ട, അടക്കം ചെയ്യപ്പെട്ട, നിന്റെ കഴിവ് കൊണ്ട് പുറത്തു വരാൻ പറ്റാത്ത ഏത് പ്രതിസന്ധിയാണ് മോനെ നിന്നെ അലട്ടുന്നത്. നീ പരിശ്രമിക്കാഞ്ഞിട്ടല്ലോ, നീ അധ്വാനിക്കാഞ്ഞിട്ടല്ലോ, നീ കഷ്ടപ്പെടാഞ്ഞിട്ടല്ലോ. നിന്റെ കഷ്ടപ്പാടും നിന്റെ അധ്വാനവും എല്ലാം ചേർത്ത് വെച്ചിട്ടും പുറത്തു വരാൻ പറ്റാതെ, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടല്ലേ മോനെ നീ ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ചും പ്രാർത്ഥിക്കുന്നത്. നിന്റെ കർത്താവിന് ഈ പ്രശ്നത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ കർത്താവിന്റെ മഹത്വം ദർശിക്കും എന്ന വചനം പറഞ്ഞത്. കർത്താവേ, ജീവനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ, ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും ജീവനോടെ പുറത്തു കൊണ്ടുവന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെയും ഈ അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വലിയ സാന്നിധ്യം, ജീവനുള്ള സാന്നിധ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഇവിടെ കുടുംബങ്ങളിലേക്ക്, ഇവിടെ സ്വപ്നങ്ങളിലേക്ക്, ഇവിടെ നിയോഗങ്ങളിലേക്ക്, ഇവിടെ രോഗങ്ങളിലേക്ക്, ഇവിടെ സങ്കടങ്ങളിലേക്ക്, ഇവിടെ തകർച്ചകളിലേക്ക്, ഇവിടെ കടബാധ്യതകളിലേക്ക്, ഇവർ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ ആരാധന, 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 ആരാധന.
നാളങ്ങൾ ആരാധന ആരാധന വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ആമേൻ. അഗ്നിയിൻ നാളങ്ങൾ ഈശോയേ, വെള്ളത്തിനോളങ്ങൾ ഈശോ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി ഈശോയേ വെള്ളത്തിൽ നടന്ന് ആമേൻ കൂടെ വരുവാൻ യേശുവുണ്ട്. ഈശോയേ അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കാം. നിന്റെ വേദനകൾ ഈശോട് പറ. എൻ്റെ ഏറ്റവും വലിയ ഭാരം എന്താ? ഇത്രയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലൊക്കെ ജീവിച്ചിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതും വൈകുന്നത് എന്ന് ചോദിക്കാറില്ലേ? വചനം എന്താ പറഞ്ഞത്? ലാസറിനെ ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ലാസറിന്റെ കുടുംബത്തെ ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞല്ലേ ഈശോ വന്നത്. മോനെ, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ വൈകുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ദൈവത്തിന്റെ ഉപരിമഹത്വം വെളിപ്പെടുത്താൻ ദൈവം അനുവദിക്കുന്ന അനുഭവങ്ങളായി മാത്രം അവയെ കണ്ടാൽ മതി. കല്ലറയ്ക്കുള്ളിൽ നിന്നും ലാസറിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ യേശു താൻ പുനരുദ്ധാനവും ജീവനുമാണെന്നും നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? തമ്പുരാനെ, ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ വൈകുന്നതിനെ ഓർത്ത് വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. പലവിധ ജീവിതാനുഭവങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവർ ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെല്ലാം വൈകുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം, എൻ്റെ കുടുംബത്തിൽ മാത്രം ഒന്നും ശരിയാകാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബാംഗങ്ങളിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നോർത്ത് വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം, സങ്കടപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. മക്കളെ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ വറ്റിപ്പോകാത്ത കരുണയുണ്ടല്ലോ, അത് നിന്നെ പിന്തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ആ കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് മോനെ നിന്റെ ജീവിതം ഒന്ന് ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ സ്വകാര്യ വേദനകൾ ഈശോയോട് പറ. എന്തെല്ലാം നിങ്ങൾക്കിപ്പോൾ പറയാനുണ്ടോ, എന്തെല്ലാം പങ്കുവെക്കാനുണ്ടോ, അതെല്ലാം ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. എല്ലാം അറിയുന്നവനാണല്ലോ നിന്റെ ദൈവം, എല്ലാം കാണുന്നവനാണല്ലോ നിന്റെ കർത്താവ്. ആ കർത്താവിൻ്റെ മുമ്പിൽ, എല്ലാം അറിയുന്നവനായ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു വെച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറ. എൻ്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ഞാൻ ഈ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവമേ നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ആരാധന ആരാധന ആരാധന. നിൻ മനമിളകാതെ ഈശോയേ, നിൻ മനം പതറാതെ ഈശോ നിന്നോടു കൂടെ എന്നും എൻ്റെ ഈശോയേ ഞാനുണ്ട് അന്ത്യം
കൂടെ നിൽക്കുന്ന കർത്താവ്. നിന്മനമിളകാതെ ഈശോയേ, നിന്മനം പതറാതെ ഈശോയേ, നിന്നോടു കൂടെ എന്നും എൻ്റെ കർത്താവേ, ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. മുട്ടുമേലായിരുന്നു കൊണ്ട് തന്നെ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യ ഈശോ നിന്നെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് മോളെ മോനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആശീർവാദം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്ന സമയമാണ്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരുന്ന സമയമാണ്. നീ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ വലിയ കരുണ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന.